കോഴിയുടെ വിലയും ഉയരുകയാണ്. ഇന്ന് കോഴി വില കിലോയ്ക്ക് 180 രൂപയാണ്. ലൈവ് ചിക്കന് കൊച്ചിയിലെ വില 240 രൂപയാണ്. 2 ആഴ്ച മുമ്പ് വരെ കിലോയ്ക്ക് 130 രൂപയായിരുന്നു. പത്തനംതിട്ട മാർക്കറ്റിൽ നിന്ന് പ്രവീൺ പുരുഷോത്തമൻ ചേരുന്നുണ്ട്. പ്രവീൺ, വെരി ഗുഡ് മോർണിംഗ്. രാവിലെ ചിക്കൻ റോസ്റ്റും അല്ലെങ്കിൽ ഉച്ചയ്ക്ക് ചിക്കനൊക്കെ കറിയൊക്കെ കൂട്ടി ഒരു പിടി പിടിക്കാമെന്ന് കരുതിയിരിക്കുന്നവർക്ക് ഇച്ചിരി നിരാശ ഉണ്ടാക്കുന്നതാണ് ഈ വാർത്ത. ഒരാഴ്ചക്കുള്ളിൽ 20 രൂപയാണ് ചിക്കന് കൂടിയത്, അല്ലേ? ഇതിനിപ്പോൾ ട്രോളിംഗ് നിരോധനമായതുകൊണ്ട് മുകളിലോട്ട് പോകാനല്ലേ സാധ്യതയുള്ളൂ? ഗുഡ് മോർണിംഗ് അരുൺ. ഞാനിപ്പോൾ നിൽക്കുന്നത് പത്തനംതിട്ട മാർക്കറ്റിലാണ്. നമ്മൾ ഇവിടെ വന്നപ്പോൾ അല്പസമയം മുമ്പ് ഒരു പ്രായമുള്ള മനുഷ്യൻ ചിക്കൻ വാങ്ങാൻ വന്നിരുന്നു. ഇവിടെ വന്ന് ആദ്യം ഈ കച്ചവടക്കാരനോട് ചോദിച്ചത് ചിക്കൻ എന്ന കിലോയ്ക്ക് എത്ര രൂപയാണ് എന്നാണ്. കടക്കാരൻ മറുപടി നൽകി 150 രൂപ എന്ന് പറഞ്ഞു. അദ്ദേഹം ദേഷ്യപ്പെട്ട് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയി. നമ്മൾ അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് വീടിൻ്റെ മുന്നിൽ ഒരു ചിക്കൻ കടയുണ്ട്, പക്ഷേ അദ്ദേഹം മാർക്കറ്റിൽ വന്നപ്പോൾ ഇവിടെ ഒരു കട കണ്ടപ്പോൾ കയറി എന്നുള്ളതാണ്. അദ്ദേഹം പറയുന്നത് ഇവിടെ 150 രൂപ, മറ്റു ചില കടകളിൽ വില കുറവാണ്, അപ്പോൾ ലാഭം എവിടെയാണോ അവിടെ നിന്ന് വാങ്ങിക്കാം എന്ന് കരുതി താൻ മടങ്ങിപ്പോവുകയാണെന്നാണ് പറഞ്ഞത്. ഇന്നിപ്പോൾ ചിക്കന് ഇവിടെ 150 രൂപ. 2 ആഴ്ച മുമ്പ് വരെ ചിക്കന് 130 ആ പ്രൈസ് നിലവാരമൊക്കെ ആയിരുന്നു. പക്ഷേ അരുൺ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ കപ്പലപകടം നടന്നതിന് ശേഷം ആളുകളിൽ ചില ആശങ്കയൊക്കെ ഉണ്ട്. ഇതിനടുത്ത് തന്നെയാണ് മത്സ്യ മാർക്കറ്റുമുള്ളത്. പക്ഷേ മത്സ്യം വാങ്ങുന്നതിന് ആളുകൾക്കൊരു ഭയമുള്ളതുകൊണ്ട്, എന്നാൽ പകരം ചിക്കൻ വാങ്ങിക്കളയാം എന്ന് കരുതി ആളുകൾ ചിക്കൻ വാങ്ങാൻ എത്തുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ ഈ കടക്കാരൻ പറയുന്നത് വില കൂടിയതോടുകൂടി ഇന്നിപ്പോൾ രാവിലെ കച്ചവടം തീരെ കുറവാണ് എന്നുള്ളതാണ്. ഇന്ന് കച്ചവടം കുറവാണോ? ഇന്ന് കച്ചവടം കുറവാണ്. പിന്നെ ചന്ത ദിവസം വില കൂടുതൽ അതുകൊണ്ട് കച്ചവടം കുറവാണ്. പിന്നെ അമ്മക്ക് കിട്ടുന്നത് വില അതിനേക്കാൾ കൂടുതൽ വിലയ്ക്ക് അമ്മക്ക് കിട്ടുന്നത്. ഈ പല കടകളിൽ ഇപ്പോൾ ഇവിടെ 150 രൂപ, ചില കടകളിൽ 140, ചില കടകളിൽ 142, അങ്ങനെ പ്രൈസിൽ വേരിയേഷൻ എന്തുകൊണ്ടാണ് വരുന്നത്? അതെന്ന് വെച്ചാൽ പലയിടത്തും തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന കോഴിക്കെല്ലാം വില കുറവാണ്, ഇച്ചിരി വില കുറവ്. ഇത് ഞങ്ങൾ ചങ്ങനാശ്ശേരി ഫാമിൽ നിന്ന് ഇറക്കുന്ന കോഴിയാണ്. അപ്പം ഞങ്ങൾക്ക് വണ്ടിക്കൂലി ഉൾപ്പെടെ ആ വിലയാവും. ആ വിലയാകുമ്പോഴത്തേ ഞങ്ങൾക്ക് ആ വിലയ്ക്കേ വിൽക്കാൻ പറ്റത്തുള്ളൂ. എന്നത്തേക്ക് ഇത് കുറയാൻ സാധ്യതയുണ്ട് വില? ഇതിന് ഇപ്പം കപ്പലിൻ്റെ ഇതിൻ്റെ മീനിൻ്റെ പ്രശ്നം കഴിയാതെ കുറയൊന്നും തോന്നുന്നില്ല. പിന്നെ അത് കുറയണമെന്നുണ്ടെങ്കിൽ ഇത് മീനിൻ്റെ പ്രശ്നം കഴിയണം, എന്നാലേ കുറയത്തുള്ളൂ. ആളുകൾ വളരെ കുറവാണോ വാങ്ങിക്കുന്നത്? ആളുകൾ കുറവാണ് വാങ്ങിക്കുന്നത്. അപ്പം ഈ സമയത്തിനുള്ളിൽ എത്ര കിലോ വിറ്റു? ഇപ്പോഴത്തെ ഞാൻ വിറ്റത് ഇപ്പോൾ ഒരു മാക്സിമം ഒരു 2 കോഴിയേ വിറ്റുള്ളൂ. ആകെ 2 കോഴിയാണ് വിറ്റതെന്ന് പറയുന്നു. ഒരുപക്ഷെ ഈ ചിക്കൻ ഈ വിൽപ്പനക്കാർക്ക് ഒരു പ്രതീക്ഷ കാണും, മത്സ്യം വാങ്ങാത്തതുകൊണ്ട് ആളുകൾ കൂടുതൽ കടയിലേക്ക് എത്തും, എന്നാൽ പിന്നെ വില കൂട്ടിക്കളയാം എന്ന് കരുതിയെങ്കിൽ അത് തെറ്റാണ് എന്ന് ഈ കച്ചവടക്കാരൻ്റെ അനുഭവത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആകെ 2 കോഴിയാണ് വിറ്റതെന്നാണ് പറയുന്നത്. ചിക്കൻ വില കൂടുതലാണ്. സാധാരണക്കാർക്ക് വാങ്ങിക്കാൻ പറ്റുമോ? പറ്റത്തില്ല. ചിക്കന് വില കൂടുതലാണ്. സാധാരണക്കാരും അത് തന്നെയാണ് പറയുന്നത്, ചിക്കന് വില കൂടുതലാണ്. ഇനി അത് എപ്പോൾ കുറയുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആളുകൾക്ക് അത് അറിയുകയുമില്ല. ചേച്ചി ചിക്കൻ വാങ്ങാനാണോ വന്നേ? ഓക്കെ, ആളുകളൊക്കെ വരുന്നുണ്ട്, ചിക്കൻ വാങ്ങാൻ വരുന്നുണ്ട്, പക്ഷേ വില കൂടുതലാണ്. ഇന്ന് 150 രൂപയായിട്ട് മാറി ഒരാഴ്ചക്കുള്ളിൽ. താങ്ക് യു പ്രവീൺ. എന്നാലും ഇത്തിരി വില കൂടിയിട്ടുണ്ട് എന്ന് കരുതി ചിക്കൻ വേണ്ടെന്ന് വെക്കാൻ പറ്റത്തില്ലല്ലോ. എന്തെങ്കിലും ഒന്നില്ലാതെ എങ്ങനെയാ ഉച്ചയ്ക്ക്, അല്ലേ? എങ്കിലും ഇച്ചിരി മത്തി വറുത്തതോ, അതല്ലെങ്കിൽ ഒരു മത്തി കറി വെച്ചതോ, അയില കറി വെച്ചതോ, ഇല്ലെങ്കിൽ ഒരു ഇച്ചിരി ചിക്കനെങ്കിലും കൂട്ടി കഴിക്കാം എന്ന് കരുതിയാൽ ചിക്കൻ ഇപ്പോൾ 20 രൂപ കൂടിയിട്ടുണ്ട് എന്നുള്ളതാണ് ചിക്കൻ്റെ കാര്യം. അപ്പോൾ മുട്ടയ്ക്ക് വില കൂടി, ചിക്കന് വില കൂടി.